നമസ്കാരം. വിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനകാലം നേരിടുന്ന വെല്ലുവിളികളിൽ തമസ്കരണമാണ് മുഖമുദ്രയായി ഇന്ത്യൻ ഭരണ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് MN കാരശ്ശേരി പറഞ്ഞു. മതവിശ്വാസി ആയിക്കൊണ്ട് തന്നെ ഒരു മതേതര ജനാധിപത്യം കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്ന് തെളിയിച്ച ആളുകളാണ് ഇവരൊക്കെ. ഈ ആസാദിന്റെ ശിഷ്യനാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാവ് മുഹമ്മദ് അബ്ദുറഹിമാൻ മൊയ്തു മൗലവി. അവർക്ക് വലിയ വിശ്വാസികളാണ്. അവര് വിശ്വാസികളാണ് എന്നതിനർത്ഥം അവര് മതമൗലികവാദികളാണ് എന്നല്ല. അവർക്ക് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ദേശീയതയിലും വിശ്വാസമുണ്ട്. ആ ഒരു പാരമ്പര്യം അത് ഗാഫർഖാനാണ് അതിന്റെ അങ്ങേയറ്റം. അപ്പോ നെഹ്റു അധികാരം ഏറ്റെടുക്കുന്നുണ്ടാവുന്ന ഒരു പ്രശ്നം, അദ്ദേഹത്തിന് ദൈവത്തിലും മതത്തിലും വിശ്വാസമില്ല. നെഹ്റു ജന്മം കൊണ്ട് ബ്രാഹ്മണ കുലത്തിൽ പിറന്ന ആളാണ്. അതിന്റെ ചടങ്ങുകളൊക്കെ കഴിച്ച ആളാണ്. പിന്നെന്താ പ്രശ്നം? നെഹ്റു യുക്തിചിന്തയ്ക്കും ശാസ്ത്രീയ ബോധത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്താണ്. അദ്ദേഹം വലിയ എഴുത്തുകാരനാണ് കേട്ടോ. അഹമ്മദ്നഗർ കോട്ടയിൽ തടവ് കിടക്കുമ്പോൾ 5.5 മാസം കൊണ്ടാണ് അദ്ദേഹം ലോകപ്രസിദ്ധമായ പുസ്തകം എഴുതിയത്, ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തും. നെഹ്റു ഏതുമായി എഴുത്തുകാരെന്ന് വെച്ചാൽ അദ്ദേഹം സ്വന്തം ചരിത്രം എഴുതി, ആത്മകഥ, നാടിന്റെ ചരിത്രം എഴുതി, ഇന്ത്യയെ കണ്ടെത്തി, ലോകത്തിന്റെ ചരിത്രം എഴുതി, വിശ്വചരിത്രാവലോകനം. ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർക്ക് പോലും കൊതി തോന്നുന്ന മട്ടിലുള്ള എഴുത്താണ്. വിശദാംശങ്ങളോട് ജയിലിനകത്തെ ലൈബ്രറി മാത്രം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കിട്ടിയിരുന്നു. ജവഹർലാൽ നെഹ്റു ആണ് തുടർന്ന് ഇന്ത്യയെ നയിക്കേണ്ടത് എന്ന് കൃത്യമായൊരു ധാരണ ഗാന്ധിക്കുണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാവണം, പ്രധാനമന്ത്രി ആരാവണം എന്ന് പറയാനുള്ള അധികാരമൊന്നും ഗാന്ധിക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചു. മാത്രമല്ല അത് പറയുകയും ചെയ്തു. തന്റെ പിൻഗാമിയായിട്ട് ഗാന്ധി നിശ്ചയിച്ചത് നെഹ്റുവിനെയാണ്. ആളുകൾ ഗാന്ധിയെ ബഹുമാനിക്കുന്നവർ പോലും ഒരു ഗാന്ധി വിമർശനമായിട്ട് പറയുന്നതാണ് അദ്ദേഹം മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. അതൊരു ബഹുമാനമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. സൂക്ഷിച്ച് നോക്കിയാല് നമുക്ക് മനസ്സിലാവും ഗാന്ധി അങ്ങനെ ചെയ്തിട്ടില്ല. രാമരാജ്യം എന്ന് പറഞ്ഞു, അത് പറയേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച പ്രതീകങ്ങളൊക്കെ മതാതീതമാണ്. ഗാന്ധി ഉപയോഗിക്കുന്ന ഒരു പ്രതീകമാണ് ചർക്ക, സ്വാശ്രയത്വത്തിന്റെ പ്രതിരൂപമാണ്. കാരണം ബ്രിട്ടീഷുകാർ പോയതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടും എന്നൊരു തെറ്റിദ്ധാരണ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഓടിക്കണം, അത് വേറെ. പക്ഷെ ആ കൂട്ടത്തിൽ നിങ്ങൾ സാമൂഹ്യ നവോത്ഥാനം എന്നതിലേക്കും സ്വാശ്രയത്വത്തിലേക്കും ഉണരണം എന്ന് ഗാന്ധിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ ചരക്കുകളുടെ മുമ്പിലാണ് നിങ്ങൾ അടിപണിതത് എന്ന് അദ്ദേഹം 1909 എഴുതുന്നത്. നമ്മള് നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യം പറഞ്ഞൊരു വാക്യം ഞാൻ പറയാം, അത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇന്ത്യയിലെ ഏത് നഗരത്തിലും ഏത് ഗ്രാമത്തിലും ഏത് നേരത്തും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്രയാവുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ സ്വതന്ത്രമായി എന്ന്
ഈ കുറ്റ്യാടിയിലോ കോഴിക്കോട്ടങ്ങാടിയിലോ എറണാകുളത്തോ ഏത് നേരത്തും ഏത് സ്ത്രീക്കും ഒറ്റയ്ക്ക് യാത്രയാവുന്ന അവസ്ഥ ഉണ്ടെന്ന് ആലോചിച്ചു. അപ്പൊ മനസ്സിലാവും. സബർമതി സാംസ്കാരിക വേദി കുറ്റ്യാടി സംഘടിപ്പിച്ച തമസ്കരണത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കുറ്റ്യാടി ഐഡിയൽ പബ്ലിക് സ്കൂളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേരാണ് പ്രഭാഷണം കേൾക്കാനായി എത്തിച്ചേർന്നത്. സബർമതി ചെയർമാൻ SJ സജീവ് കുമാർ അധ്യക്ഷനായി. സബർമതി ഈ കുറ്റ്യാടി പിറന്നു വീണിട്ട് ഒരു വയസ്സയാവുന്നു. ഞങ്ങളുടെ മൂന്നാമത്തെ വേദിയാണ്. കഴിഞ്ഞ ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ഡയലോഗ്സ് എന്ന പ്രോഗ്രാമുമായിട്ടാണ് സബർമതി കുറ്റ്യാടിയിലേക്ക് വരുന്നത്. തീർച്ചയായും സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകരെയൊക്കെ ഒന്നുവെച്ചുകൊണ്ട് അതിൽ പഞ്ചായത്തുകളോ വാർഡുകളോ എന്ന് കണക്കില്ലാതെ കുറ്റ്യാടിയുമായി ബന്ധപ്പെടുന്ന പ്രിയപ്പെട്ട മുഖങ്ങളെയൊക്കെ ഈ സാംസ്കാരിക വേദി, ഈ സബർമതിയിലെ ഈ വേദിയെ അംഗങ്ങളാക്കി. ചിത്രകാരൻ VP അബ്ദുൽ ലത്തീഫ് MN കാരശ്ശേരിക്ക് ഛായാചിത്രം കൈമാറി. കൺവീനർ ബാലൻ തളിയിൽ കടക്കുന്നില്ല. സബർമതിയുടെ പ്രത്യേകത സാധാരണഗതിയിൽ കാണുന്ന ഒരു യോഗത്തിൻ്റെയോ ഒരു പൊതുയോഗത്തിൻ്റെയോ ഒന്നും ധാരാളിത്തം ഉണ്ടാവില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ വേദിയിൽ നിങ്ങൾക്ക് അസഹ്യമൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ പ്രിയങ്കരനായ MN കാരശ്ശേരി മാഷെ നിങ്ങളോടൊപ്പം സംവദിക്കാനെത്തുകയാണ്. അദ്ദേഹത്തെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അനുഷ, പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു.